അറിവിൻ്റെ പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീകണ്ഠപുരം. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ചേരുന്നു ഞാൻ അൻവിന്ദ ബിജു, 9th D. ഞാൻ നേഹാപ്പി, 9th D. പാടുന്നേനൊരു പാണൻ, നാടിൻ്റെ നേരിൻ്റെ പ്രാണൻ, പല്ലപ്പഴന്തുടി കൊട്ടും പാട്ടിൻ്റെ നേരിയ പ്രാണൻ, താനിന്നേ തന്നകതാനേ. താനിന്നേ തന്നകതാനേ, താനിന്നേ തന്നകതാനേ, താനിന്നേ തന്നകതാനേ, താനിന്നേ തന്നകതാനേ, താനിന്നേ തന്നകതാനേ. ഇന്ന് ജനുവരി 3. പ്രശസ്ത മലയാള കവിയും ഗാനരചയിതാവുമായ അനിൽ പനച്ചൂരാൻ ജനുവരി 3 അന്തരിച്ചത്. അദ്ദേഹത്തിനുള്ള ശ്രദ്ധാഞ്ജലിയാണ് ഇന്നത്തെ ഈ എപ്പിസോഡ്. കവിയും ഗാനരചയിതാവുമായ അനിൽ പനച്ചൂരാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഗോവിന്ദമുട്ടത്ത് വാരണപ്പള്ളി പനച്ചൂർ വീട്ടിൽ ഉദയഭാനു ദ്രൗപദി ദമ്പതികളുടെ മകനായി 1965 നവംബർ 20 ജനിച്ചത്. അനിൽ കുമാർ PU എന്നാണ് യഥാർത്ഥ നാമം. നങ്ങ്യാർകുളങ്ങര TKM കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, വാരങ്കൽ കാക്കാത്തിയ സർവകലാശാല എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. ഇടയ്ക്ക് അഭിഭാഷകനായും ജോലി ചെയ്തിരുന്നു. പാരൽ കോളേജിലായിരുന്നു പ്രീ ഡിഗ്രി പഠനം. അക്കാലത്ത് അനിൽ അച്ഛൻ്റെ ഒപ്പം ഉത്തരേന്ത്യയിലേക്ക് പോയി. അക്കാലത്തെ യാത്രകളും വായനയും നേരിൽ കണ്ട ജീവിതങ്ങളുമൊക്കെയാണ് അനിലിലെ കവിയെ ഉരുവപ്പെടുത്തിയ മൂശ എന്ന് പറയാം. വലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞൊരിണകളാണ് നാം, വഴിവിളക്ക് കണ്ണ് ചിമ്മുമീ വഴിയിലെന്ത് നമ്മൾ പാടണം. വലയിൽ വീണ കിളികളാണ് നാം, ചിറകൊടിഞ്ഞൊരിണകളാണ് നാം, വഴിവിളക്ക് കണ്ണ് ചിമ്മുമീ വഴിയിലെന്ത് നമ്മൾ പാടണം. വാരങ്കലിലെ സർവകലാശാലയിലെ പഠന സമയത്താണ് അനിൽകുമാർ PU ഒരു അഘോരയിൽ നിന്ന് സന്യാസ ദീക്ഷ സ്വീകരിച്ചത്. പിന്നെ സെൻ ബുദ്ധിസത്തിന്റെ ചിറകുകളിൽ അയാൾ കുറച്ചേറെ കാലം അലഞ്ഞു പറഞ്ഞു. ഓരോ മഴ പെയ്ത് തോരുമ്പോഴും എൻ്റെ ഓർമ്മയിൽ വേദനയാകുമാ ഗദ്ഗതം. ഒരു മഴ പെയ്തെങ്കിൽ, ഒരു മഴ പെയ്തെങ്കിൽ. അവധൂത ജീവിതത്തിനൊടുവിൽ വീട്ടുപറമ്പിൽ ഒരു ആശ്രമം കെട്ടി. ആശ്രമത്തിന് അനിൽ തന്നെ തീയിട്ടു. ആശ്രമം എന്ന ആഗ്രഹത്തെ തീയിലിരിച്ച അയാൾ അവധൂത ജീവിതം തുടർന്നു. വലയിൽ വീണ കിളികൾ, സുരഭി, പ്രണയകാലം തുടങ്ങിയ കവിതകളിലൂടെ ക്യാമ്പസുകൾക്ക് അനിൽ പനച്ചൂരൻ ലഹരിയായി മാറുന്ന കാലത്താണ് സിനിമയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വരവ്. മകൾക്ക് എന്ന ചിത്രത്തിൽ പനച്ചൂരാൻ്റെ ഒരു കവിത ഉൾപ്പെടുത്തിയത് സംവിധായകൻ ജയരാജാണ്. അതാണ് സിനിമയിലെ തുടക്കം. പക്ഷേ അപ്പോഴൊന്നും സിനിമ അനിലിൻ്റെ പരിഗണന പട്ടികയിൽ ഇല്ലായിരുന്നു. അടുത്ത ചങ്ങാതിയും തിരക്കഥാകൃത്തുമായ സിന്ധുരാജാണ് അനിലിനെ ലാൽ ജോസിന് പരിചയപ്പെടുത്തിയത്. അങ്ങനെ അറബിക്കഥയിലെ ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം എന്ന ഗാനമുണ്ടായി.
KPSCയുടെ പ്രശസ്തങ്ങളായ വിപ്ലവ ഗാനങ്ങൾക്ക് ശേഷം മലയാളി ആവേശത്തോടെ ഏറ്റുപാടിയ ഒരു വിപ്ലവ ഗാനമാണിത്. ചേതനയിൽ 100 പൂക്കളായി പൊലിക്കവേ നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. മൂർച്ചയുള്ളൊരായുധങ്ങളല്ല പോരിനാശ്രയം, ചേർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണതോർക്കണം. ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തിനായി, കാരിരുമ്പിലെ തുരുമ്പ് മായ്ക്കണം ജയത്തിനായി. കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലെ വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ എന്ന ഗാനം മലയാള സിനിമ ഗാനരചനാ മേഖലയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനമുറപ്പിച്ചു. ആരും തിരിച്ചറിഞ്ഞില്ല, വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ, തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ. വെറുമൊരു ബാലനല്ലിവനൊരു കാലൻ. ബാലൻ ഒരു കാലൻ, മുടിമുറിശീലൻ, അതിലോലൻ, മുഖവടിവേലൻ, ജനതോഴൻ നമ്മുടെ ബാലൻ, 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 ബാലൻ. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. ഉലകം പതയ്ക്കുന്ന ക്രീമുമായെത്തി, വദനം മിനുക്കുന്ന മീശപ്രകാശ. ഉലകം പതയ്ക്കുന്ന സർവ്വശാസ്ത്രമായിട്ടുള്ള അനുഭവങ്ങൾ കുറവാണ്. എന്നാൽ ഈ ബാർബർമാരെ കുറിച്ചുള്ള അനുഭവങ്ങൾ എനിക്ക് ഒരുപാടുണ്ട്. എൻ്റെ പല വടക്കേന്ത്യ യാത്രകളിലും ചില ക്ഷേത്ര ദർശനത്തിനൊക്കെ പളനിയിലും രാമേശ്വരത്തൊക്കെ പോകുമ്പോഴും അവിടെയൊക്കെയുള്ള ഈ ബാർബർമാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ ചിലരെ തല കൊണ്ടുവന്ന് പകുതി പഠിച്ചിട്ടിരുത്തും, പകുതി മീശ എടുത്തിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ രസകരമായ ഒരു സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇവരെ ഈ ബാലൻ എന്ന് പറഞ്ഞ ഒരു ബാർബർ ജോലി ചെയ്യുന്ന ഒരാളിനെ കുറിച്ച് ഇങ്ങനൊരു കഥ സിനേട്ടൻ പറയും. സിനേട്ടൻ ഈ കഥ എഴുത്തിൻ്റെ ലഹരിയിലിരിക്കുന്ന സമയത്താണ് ഞാൻ എന്നെ ഈ പരിപാടി ഈ പാട്ടെഴുതാനായിട്ട് വിളിക്കുന്നത്. അപ്പം പുള്ളി പറഞ്ഞു, ഇവിടെ തിരുവനന്തപുരത്തൊരു സിറ്റി ഹോട്ടൽ, അങ്ങനെ ഒരു ഹോട്ടലിലാണ് എനിക്ക് തോന്നുന്നു ആദ്യമായി ചെല്ലുന്ന സിനിമാക്കാരാണ് ഞങ്ങൾ, എന്നാൽ അത് തുടങ്ങിയുള്ളൂ ആ സമയത്ത്. അപ്പോൾ അവിടെ 10 ദിവസത്തേക്കാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നതെന്നാണ് സിനേട്ടൻ പറഞ്ഞത്. അപ്പം ഞാൻ സിനേട്ടൻ ഇത് പറഞ്ഞു കഥയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ബാലൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇയാളൊരു കാലനാണ് എന്ന നിലത്തിൽ എഴുതണമെന്നും ചേട്ടൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ പാട്ടെഴുതി പെട്ടെന്ന് തന്നെ കൊടുത്തത്. ഞാൻ ചേട്ടൻ വന്ന് പറയുന്നു, പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ ഞാൻ പാട്ടെഴുതി ഏതാണ്ട് തീർന്നു. അപ്പോൾ ഞാൻ റൂമിൻ്റെ പുറത്ത് നിൽക്കും. അപ്പം സിനേട്ടനെ ഈ പാട്ടെടുത്ത് നോക്കി, ഇങ്ങനെ ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു ആദ്യം. അപ്പം അതിൽ ഒരു വരിയുണ്ട്, ആമാശയത്തിൻ്റെ ആശ നിറവേറ്റാൻ രോമാശയങ്ങൾ അറക്കുന്ന വീര എന്ന് പറഞ്ഞപ്പോൾ സിനേട്ടൻ നന്നായിട്ട് ചിരിച്ചു. അപ്പം ഞാൻ എനിക്ക് ഇതായിരുന്നു വേണ്ടത്, ശ്രീനേട്ടൻ ചിരിക്കുക എന്നുള്ളതാണ്. ശ്രീനേട്ടൻ ആളുകളെ ഒരുപാട് ചിരിപ്പിക്കുന്ന ആളാണ് എപ്പോഴും. അപ്പോൾ ശ്രീനേട്ടനെ ചിരിക്കുക എന്ന് പറയുന്നെങ്കിൽ ഈ പാട്ട് വിജയിക്കുമെന്ന് എനിക്ക് അപ്പോഴേ എനിക്ക് തോന്നുകയും ചെയ്തു. ഉലകം പതയ്ക്കുന്ന ക്രീമുമായെത്തി, വദനം മിനുക്കുന്ന മീശപ്രകാശ. മേലുകാവിന്റെ അഭിമാനമാകും, മേലുകാവിന്റെ അഭിമാനമാകും ബാർബറാം ബാല, നിനക്കഭിവാദ്യം. ബാലൻ ഒരു കാലൻ, മുടിമുറിശീലൻ, അതിലോലൻ, മുഖവടിവേലൻ, ജനതോഴൻ നമ്മുടെ ബാലൻ, 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 ബാലൻ. ഒരു കാലൻ, മുടിമുറിശീലൻ, അതിലോലൻ, മുഖവടിവേലൻ, ജനതോഴൻ നമ്മുടെ ബാലൻ, ബാലൻ. അനിൽ പനച്ചൂരാൻ എഴുതിയ സിനിമാ ഗാനങ്ങൾ ഹൃദയഹാരികളായിരുന്നു. അവയെ മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. സൂചിമുഖിക്കുരുവേ
കനലുതും പൂന്തന്നലേ മഴനൂൽ ചാർത്തിക്കൂടെ വരുമോ? അനിൽ പനച്ചൂരാൻ എഴുതിയ കവിത ആലപിക്കുന്നത് 8C ക്ലാസ്സിലെ ശ്രീലക്ഷ്മി സന്തോഷ്. ശ്രീ അനിൽ പനച്ചൂരാന്റെ കവിത അനാഥൻ. ഇടവമാസപ്പെരും മഴ പെയ്തരാവതിൽ കുളിരിന്നു കൂട്ടായി ഞാൻ നടന്നു. ഇടവമാസപ്പെരും മഴ പെയ്തരാവതിൽ കുളിരിന്നു കൂട്ടായി ഞാൻ നടന്നു. ഇരവിന്റെ നൊമ്പരം പോലൊരു കുഞ്ഞിന്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു. തെരുവിന്റെ കോണിലാൽ പീഡികത്തിനയിൽ ഒരു കൊച്ചു കുഞ്ഞിൻ കരച്ചിൽ. തെരുവിന്റെ കോണിലാൽ പീഡികത്തിനയിൽ ഒരു കൊച്ചു കുഞ്ഞിൻ കരച്ചിൽ. ഇരുളും തുറന്നു ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ ഇടനെഞ്ചറിയാതെ തെങ്ങി. നഗരത്തിലൊക്കെ അലയുന്ന ഭ്രാന്തിയെ പീഡികത്തിനയിൽ കണ്ടു. നഗരത്തിലൊക്കെ അലയുന്ന ഭ്രാന്തിയെ പീഡികത്തിനയിൽ കണ്ടു. നഗ്നമാവളുടെ തുട ചേർന്നു പിടയുന്നു ചോരപ്പുതപ്പിട്ട കുഞ്ഞും. അരികത്തടുത്തിത ചാവാലി നായ്ക്കളും ഒരു ദൃഷ്ടി സാക്ഷിയായി ഞാനും. അരികത്തടുത്തിത ചാവാലി നായ്ക്കളും ഒരു ദൃഷ്ടി സാക്ഷിയായി ഞാനും. അമ്മയുടെ നോവാറയില്ല ഭ്രാന്തി കണ്ണടച്ചെന്നേക്കുമായി. ആലംബമില്ലാതെ കരയുന്ന കുഞ്ഞിനു പാലില്ല പാലിലാവില്ല. ആലംബമില്ലാതെ കരയുന്ന കുഞ്ഞിനു പാലില്ല പാലിലാവില്ല. ഈ തെരുവിന്നൊരാധനെ തന്നിട്ട് പോയവൾ തെറിവാക്ക് പറയുന്ന ഭ്രാന്തി. രാത്രിയുടെ ലാളനയ്ക്കായി തുണ തേടി ആരൊക്കെയോ വന്നു പോയി. രാത്രിയുടെ ലാളനയ്ക്കായി തുണ തേടി ആരൊക്കെയോ വന്നു പോയി. കൂട്ടത്തിലാരോ കൊടുത്തു ആ ഭ്രാന്തിക്ക് ഉദരത്തിലൊരു തുള്ളി ബീജം. ഇൻകിലാബിൻ മക്കളാരും അറിഞ്ഞില്ല ഉദരത്തിലെ രാസമാറ്റം. ഇൻകിലാബിൻ മക്കളാരും അറിഞ്ഞില്ല ഉദരത്തിലെ രാസമാറ്റം. ഉലകത്തിലെവിടെയും തകിടം മറയുന്ന ഭരണത്തിലല്ലയോ നോട്ടം. ഭ്രാന്തിതൻ പ്രജ്ഞയിൽ പേവിഷം കുത്തുന്ന രാവുകൾ എത്രയോ മാഞ്ഞു. മാഞ്ഞില്ല മാനുഷാ നീ ചെയ്ത നീതിതൻ തെളിവായി ഭ്രൂണം വളർന്നു. ഉടുതുണിക്കില്ലാത്ത മറുതുണി കൊണ്ടവൾ ഗർഭം പുതച്ചു നടന്നു. ഗർഭം പുതച്ചു നടന്നു. അവളറിയാതവൾ യജ്ഞത്തിലെ പാപഭുക്കായി ദുഷ്കീർത്തി നേടി. ഈ തെരുവിലവളെ കല്ലെറിഞ്ഞു കിരാതരാം പകൽ മാന്യ മാർജാരവർഗം. ഒരു മടിയും കോവിഡ്-19 ചികിത്സയിലായിരിക്കെ ഹൃദയാഘാതത്തെ തുടർന്ന് 2021 ജനുവരി 3 അനിൽ പനച്ചൂരാൻ നമ്മെ വിട്ടുപിരിഞ്ഞു. കണ്ടവർ കണ്ടില്ല എന്നു നടിപ്പവർ നിന്ദിച്ചുകൊണ്ടേ അകന്നു. ഞാനിനി എന്തെന്നറിയാതെ നിൽക്കവേ എൻ കണ്ണിലൊരു തുള്ളി ബാഷ്പം. എൻ കണ്ണിലൊരു തുള്ളി ബാഷ്പം. ജീവിതത്തിന്റെ ഇളം വെയിൽ നിന്ന്
നിത്യതയുടെ നിലയിലേക്ക് നടന്നു മറയുമ്പോഴും അനിൽ നമുക്കായി ബാക്കി വെക്കുന്നത് വ്യതിതൻ്റെ ഹൃദയം പിടയ്ക്കുന്ന കവിതകളും പാട്ടുകളും ഒരു പൂമരത്തണലുമാണ്. സന്ധ്യ പോലെ ചുവന്നത് ഹൃദയഹാരിയായത്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശബ്ദ സംയോജനം, നിർവഹണം രാജീവ് MK. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കേവർക്കും ശുഭദിനം ആശംസിച്ചുകൊള്ളുന്നു. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.